കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പണ്ടരിമല റെസിഡന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനവും നടത്തി. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് ഉദ്ഘാടനം ചെയ്തു. പണ്ടിരിമല റെസിഡൻസ് അസോസിയേഷന്റെ 14ാമത് വാർഷിക പൊതുയോഗവും നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനവും നടത്തി. റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് പൊതുയോഗവും ക്യാമറയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 600-700 മീറ്റർ അപ്പുറം വരെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ നമ്പർ വരെ സൂം ചെയ്തെടുക്കുന്ന തരത്തിലുള്ള അത്ര ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാമറ നന്നായി പഠിച്ചാണ് വെച്ചിരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായ അഭിനന്ദനം. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല, ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ സാമൂഹ്യ പരിഷ്കൃത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഭ്രാന്താലയ എന്ന് പറയുന്നത്. യഥാർത്ഥ ഭ്രാന്താലയം ഇപ്പോഴാണ്. നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾ നോക്കി അറിയാം. ഡ്രഗ്സിന്റെ പേരിൽ അമ്മേനും അച്ഛനെ വെട്ടിക്കൊള്ളുന്നു, റാഗിങ്ങിന്റെ പേരിൽ കാണിക്കുന്ന ക്രൂരതകൾ, സഹോദരൻ പ്രഗ്നന്റ് ആക്കുന്നു. ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഒരു യുവതലമുറ കൗമാര കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ വെന്നിച്ചേട്ടൻ പറഞ്ഞു അവിടെ വൈകുന്നേരം കുറച്ച് പിള്ളേരൊക്കെ വന്ന് 11 മണിക്ക് കൂടുമെന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് എങ്ങാനും വണ്ടി നിർത്തി എന്ത് ഇവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത്, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഞങ്ങൾക്ക് പിടിക്കാൻ പാടില്ലേ, നിൽക്കാൻ പാടില്ല എന്നുള്ള മറുചോദ്യമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഒരു പരിധി വിട്ടുള്ള ഒരു ഹരാസ്മെന്റോ പേടിപ്പിക്കലോ നിന്ന കാലം നടപടിയില്ല. അപ്പൊ ആകെപ്പാടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ പട്ടിയുണ്ട് കടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ട് സൂക്ഷിക്കുക. പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന മോഷണവും സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയയുടെയും ശല്യവും ഇല്ലാതാക്കുന്നതിനായാണ് റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. ആധുനിക സമൂഹത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സിബി അച്യുതൻ ക്ലാസ് നയിച്ചു. തെറ്റ് വിമർശിക്കണമെന്നോ ഞാൻ പറയില്ല, അതൊക്കെ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട് ചെയ്തേ. പക്ഷെ നമ്മൾ നല്ലത് കാണുമ്പോൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് 5-6 കൊലപാതകങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പ്രതികൾ പിടിച്ചു. മനസ്സിലായോ? അതിക്രൂരമായ കൊലപാതകങ്ങളുണ്ട്. ഒരു ലാഗിങ് ഇല്ലാണ്ട് എല്ലാ പ്രതികളും പിടിച്ച് കേസെടുത്ത് കൃത്യമായിട്ട് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച, ഞാൻ ജോലി ചെയ്യുന്നത് പറയുന്നില്ല, ഏറ്റവും മികച്ച ഒരു വർക്ക് നടക്കുന്ന പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒരു കേസിൽ നമുക്ക് അങ്ങനെ പ്രതികളെ കിട്ടാനില്ലാത്തില്ല. ഇത്തരത്തിലൊരു കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ കൂടുതൽ അദ്ദേഹം പബ്ലിക്കിനോടൊപ്പം ഇരിക്കുന്നില്ലെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അപ്പൊ പോലീസ് പൊതുജനങ്ങളും കൈ കോർത്താൽ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ക്യാമറ സ്ഥാപിച്ചത് ഒരു പോലീസ് പൊതുജന സൗഹൃദ ബന്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അല്ല ഒരു ഉൽപ്പന്നമാണ്. കാരണം ജനമൈത്രി സുരക്ഷാ സമിതി അംഗങ്ങളാണ് പ്രിയപ്പെട്ട റെന്നി വകി ചേട്ടനും പ്രിയപ്പെട്ട അജിത് സാറും. എല്ലാ മാസവും മീറ്റിംഗ് കൂടും. അവരുടെ നിർദ്ദേശങ്ങൾ അവർ പറയും. ഞങ്ങളത് ക്രോഡീകരിച്ച് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തും. അങ്ങനെ ഒരു ജനമൈത്രി പോലീസിംഗിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സമിതിയാണ് ജനമൈത്രി സുരക്ഷാ സമിതി. ആ സമിതിയിലെ മെമ്പർമാരാണ് ഇവർ രണ്ടുപേരും. കൃത്യമായ വിമർശനം പറയുന്നതിനൊന്നും കുഴപ്പമില്ല. അവർക്ക് അവരെ ഇഷ്ടമുള്ള പറയാം. പോലീസാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ മിടുക്കരാണെന്നൊന്നും പറയാറില്ല. അസോസിയേഷൻ പ്രസിഡന്റ് റെന്നി വർക്കി കാക്കനാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷൈനി ഇമ്മാനുവൽ, സെക്രട്ടറി ജിജി കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റായി റെന്നി വർക്കി, സെക്രട്ടറിയായി ജിജി കുന്നേൽ, ട്രഷററായി ബിജു തോമസ്, വർക്കിംഗ് പ്രസിഡന്റായി ജെയിംസ് വർഗീസ്, വൈസ് പ്രസിഡന്റായി ഇമ്മാനുവൽ പാലക്കുഴി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.